ഹലോ, ഇതൊരു നൈറ്റ് ഞങ്ങളൊരു ബീച്ച് ഡേ ആണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അവളോട് ഒക്കെ പറഞ്ഞു, നീ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിന്നെ ബീച്ചിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. പക്ഷെ അവൾ ഫുള്ളൊന്നും കഴിച്ചൊന്നുമില്ല. അവൾ ഫുഡ് കഴിക്കാൻ നല്ല പുറകോട്ടാണ്. എന്നാലും അവൾ അത്യാവശ്യം ഫുഡ് കഴിച്ചു. അപ്പോൾ ഞങ്ങളത് മറന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനത് മറന്നു. ഞാനത് അറിഞ്ഞിട്ടില്ല. ഒക്കെയാണ് സാധാരണ അവൾക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇവളിങ്ങനെ സങ്കടപ്പെട്ടിരുമ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അപ്പോൾ ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുപോകണില്ല പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നാ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പോകുന്നതാണ്. ഒരൊറ്റ മൈൻഡിൽ അങ്ങനെ ഇറങ്ങിയതാണ്. 8 മണിക്ക് ഇറങ്ങിയത്. പക്ഷെ നമ്മൾ തിരിച്ചെത്തിയപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ വെള്ളം കണ്ടതിന് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ. അത് എത്ര രാത്രിയാണെങ്കിലും എത്ര ഉറക്കത്തിൽ നാളിൽ പോലും രാവിലെയൊക്കെ ഞങ്ങൾ ബീച്ചിൽ പോലുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞാൽ അവൾ പോരും. അതിപ്പോൾ വീട്ടിലാണെങ്കിലും നമ്മളിങ്ങനെ വെള്ളത്തിൽ കളിക്കും. വെള്ളത്തിൽ കുറച്ച് നേരം ഇരുത്തി കൊടുത്താൽ മതി. പിന്നെ അവൾ ഇറങ്ങൂല വെള്ളത്തിൽ നിന്ന്. കുളിക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലേ ഭയങ്കര മടിയാണ് തിരിച്ചിറങ്ങാനായിട്ട്. അങ്ങനെ ഒരു കുട്ടിയാണ്. വെള്ളം കണ്ടതിനെ ഭയങ്കര ജീവനാണ്. പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇവള് വെള്ളത്തിൽ. പക്ഷെ ഇക്കാക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ബാലൻസ് ചെയ്യാൻ കിട്ടില്ല അവളങ്ങനെ അവിടെ നിന്ന് പിടക്കും. ഇക്കാകുമ്പോൾ കൺട്രോൾ ചെയ്തോളും. ഇതിപ്പോൾ ഞാൻ തിരിച്ച് കയറാൻ വേണ്ടി കാലയ്ക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. പക്ഷെ ഇവള് കയറൂല. എന്തൊക്കെ പറഞ്ഞാലും ഇവള് കയറൂല. പിന്നെ അവളുടെ അബ്ബ തന്നെ ഇറങ്ങേണ്ടി വരും കാലയിക്കാനായിട്ട്. അപ്പോൾ അബ്ബ ഇങ്ങനെ പറഞ്ഞു, വേഗം കാലിലേക്ക് നമുക്ക് ഐസ്ക്രീം വാങ്ങാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവൾ ഇറങ്ങണില്ല. അവൾ ഇങ്ങനെ കളിച്ച് നിൽക്കുന്നതാണ്. വരണ ഒരു ലക്ഷണം തന്നെ കാണില്ല. പിന്നെ അവസാനം നമ്മൾ പറഞ്ഞു ഇത്ര രാത്രിയായി പോകണം എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ ഓക്കെ 2 വട്ടം കാല് കയറ്റി ഇറങ്ങാന്നുണ്ട് നിൽക്കണം. അത് എന്നിട്ട് കാല് കഴിഞ്ഞിട്ട് പിന്നെ മണ്ണായി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാട്ടോ. അവളിപ്പോൾ ഇറങ്ങൂല. പിന്നെ എങ്ങനെയൊക്കെയോ ഒക്കെ എന്തോ പറഞ്ഞ് ഇറക്കി. പിന്നെ ഇറക്കി ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയതാണ് അവള്. പക്ഷെ എൻ്റെ മോൾക്കൊരു പ്രത്യേകത ഉണ്ട്. ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 2-3 അടി കടന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് മടിയാണ്. ആ ചെരുപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ ഊരണം. പൊതുവേ അവൾ അങ്ങനെ തന്നെയാണ്. ചെരുപ്പ് ഇടാൻ ഭയങ്കര മടിയാണ്. ചെരുപ്പൊക്കെ വീട്ടിൽ നിന്നൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പിന്നെ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞ് 2 അടി കടന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ ചെരുപ്പ് ഇടൂല. കണ്ടില്ല, ചെരുപ്പില്ലാതെ എത്ര സുഖമായിട്ട് നടക്കണം നോക്കിയേ. അപ്പോൾ എൻ്റെ മോളെ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. അങ്ങനെ ഒരു പോകുന്നതാണ്. ഒരൊറ്റ മൈൻഡിൽ അങ്ങനെ ഇറങ്ങിയതാണ്. 8 മണിക്ക് ഇറങ്ങിയത്. പക്ഷെ നമ്മൾ തിരിച്ചെത്തിയപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ വെള്ളം കണ്ടതിന് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ. അത് എത്ര രാത്രിയാണെങ്കിലും എത്ര ഉറക്കത്തിൽ നാളിൽ പോലും രാവിലെയൊക്കെ ഞങ്ങൾ ബീച്ചിൽ പോലുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞാൽ അവൾ പോരും. അതിപ്പോൾ വീട്ടിലാണെങ്കിലും നമ്മളിങ്ങനെ വെള്ളത്തിൽ കളിക്കും. വെള്ളത്തിൽ കുറച്ച് നേരം ഇരുത്തി കൊടുത്താൽ മതി. പിന്നെ അവൾ ഇറങ്ങൂല വെള്ളത്തിൽ നിന്ന്. കുളിക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലേ ഭയങ്കര മടിയാണ് തിരിച്ചിറങ്ങാനായിട്ട്. അങ്ങനെ ഒരു കുട്ടിയാണ്. വെള്ളം കണ്ടതിനെ ഭയങ്കര ജീവനാണ്. പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇവള് വെള്ളത്തിൽ. പക്ഷെ